ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലെ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആര്യവല്ലി സ്പൈസസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് അധികം കളക്ഷൻസ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ വയനാടിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ടീ, കോഫി, സ്പൈസസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഷോപ്പിലെ വെറൈറ്റി ഹാൻഡിക്രാഫ്റ്റ് പീസുകളും അതുപോലെ സ്പൈസസിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം തന്നെ വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വുഡൻ സ്പൂൺസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസിലും ഷേപ്പിലും എല്ലാം ഉള്ള ഓർണമെൻറ്റ് ബോക്സുകൾ, അതുപോലെ പലതരം കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, പോട്ടുകളും പാത്രങ്ങളും, ട്രേകൾ, ക്ലോക്ക്, അങ്ങനെ വുഡിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഷോപ്പിൽ. എല്ലാം തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഫിനിഷിങ്ങും അതുപോലൊരു പെർഫെക്റ്റാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഒരു സിംഗിൾ പീസിന് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ പല പല വെറൈറ്റി ഈ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വയനാട് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും അതുപോലെ നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കി പോവുകയാണ്. ചൂരലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ ഇൻട്രോയിൽ കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഈ ഷോപ്പിൽ എന്താ പറയുക, കുറേ സ്പൈസസും ഉണ്ട്. കാട്ടുതേന്, അതുപോലെ ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള ടീ, കോഫി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊരു ബോഡി മസാജറാണ് കേട്ടോ. നമ്മുടെ ബോഡീനെ മസാജ് ചെയ്യാൻ വേണ്ടി വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡി മസാജറാണ്. അതുപോലെ ഇതിൻ്റെ 2 ഷേപ്സ് ഉണ്ട്. ഒന്നിങ്ങനെ ഒരു തോൺസ് ഉള്ളതും അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതും. ഇങ്ങനെ 2 ബോഡി മസാജറാണ്. ഇത് മറ്റേ ഒരു ഗെയിമിംഗ് എക്യുപ്മെൻ്റ് ആണ്. നമ്മുടെ പണ്ട് സ്കൂൾ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഗെയിമിംഗ് എക്യുപ്മെൻറ്റ് വുഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള വുഡിലൊക്കെ ഉണ്ടാക്കിയത് കാരണം കുറച്ച് എക്സ്പെൻസീവ് അല്ലാത്ത പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, പുട്ട് കുറ്റി അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റീം കേക്കാണ്. ഇതിൽ നമുക്ക് പുട്ടോ ആവിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതൊരു വുഡിലാണ് വന്നിരിക്കുന്നത്. ബാമ്പൂൻ്റെയും ഉണ്ട്, പക്ഷേ ഇത് വുഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ കോലും ഉണ്ട് കേട്ടോ, ഇത് പെയറായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതൊരു കട്ടറാണ്, വുഡൻ കട്ടറാണ് കേട്ടോ. പിന്നെ വുഡിലുണ്ടാക്കിയിരിക്കുന്ന എലഫൻറ്റിൻ്റെ പീസസ് ഒക്കെ ഉണ്ട്. വുഡൻ ഐറ്റംസിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ. ബോഡി മസാജർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പീസസ് ഒക്കെ ഞങ്ങൾക്ക് തന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അത് റെഗുലർ സ്പൈസ് ആണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് എന്താ പറയുക, ഫ്ലേവേഴ്സിൽ മാറ്റം നല്ലോണം ടീയിലും കോഫിയിലും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ചെയ്യും. എല്ലാം നല്ല ക്വാളിറ്റി. പ്രാദേശിക ആൾക്കാർ വരുന്നുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. ലോക്കൽ കളക്ഷൻ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ചെയ്യുന്നതൊന്ന് കാണിക്കാൻ ഇതെല്ലാം ഇവിടുത്തെ തന്നെയാണ് അല്ലേ? ചേട്ടൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് നട്ട്സ് തന്നിട്ടുള്ളതാണ് അല്ലേ? ഈ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയാണ്? കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ലോക്കലായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആണോ? ട്രൈബൽസിന്റെ വല്ലതും ഉണ്ടോ? ട്രൈബൽസിന്റെ ബാമ്പു ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പക്ഷേ എത്തിയില്ല. പിന്നെ കണ്ടമാനം സാധനം ഇറക്കി വെച്ചിരുന്നു. ലോക്ക്ഡൗണിന് കുറേ കാലം മഴയൊക്കെ കൂട്ടിയിട്ടുണ്ട്, കുറേ സാധനം കംപ്ലൈൻ്റ് ആയി. എത്ര വർഷമായി ഇവിടെ? ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് 10 വർഷമായി. ടോട്ടലി ബിസിനസ്സിൽ 20 വർഷക്കാർ. ഇങ്ങനെ നല്ല സക്സസ് ആണ്, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടോ? ചില്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ സ്പൈസസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതെന്താ ചേട്ടാ? സിനിമ കറുവാപ്പട്ട അല്ലേ? റോൾസ് അല്ലേ? അതിങ്ങനെ ചെത്തി എടുക്കണം. പിന്നെ ഇത് ചെത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സിനിമ എന്ന് പറഞ്ഞ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന കാസിയ എന്ന് പറയുന്നത്. ഇവിടെ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ഉണ്ട്. ഇതോ ചേട്ടാ ഇതെന്താണ്? അത് സാധനം തീർന്നു പോയി. കൽപ്പാശി എന്ന് പറയുന്ന ഒരു സാധനം സീസണിൽ ട്രൈബ്സ് കളക്ട് ചെയ്യുന്ന കാട്ടുന്നു. പക്ഷേ സ്റ്റോക്ക് അല്ല, ഈ ആർത്തികളൊക്കെ
വയനാട് സ്പെഷ്യലാണ് ഇത്. പച്ചമാങ്ങ പിന്നെ ബാക്കി പാക്ക് ചെയ്യുന്നതാണ്. നമ്മളെ വയനാട്ടിലെ സ്പെഷ്യൽ സാധനമാണിത്. ഇത് തൈര് കൂട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. കഞ്ഞിക്ക് വേറൊരു കറിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ അതില്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളമായാലും വെളിച്ചെണ്ണയായാലും എന്ത് കൂട്ടിട്ട് അടിപൊളി സംഭവമാണ്. നമ്മുടെ വയനാട്ടിലെ ഏറ്റവും സ്പെഷ്യലായ സംഭവമാണ്. ഇത് വളർത്തുന്നതാണ്. കാട്ടുതേനിക്ക 1000 രൂപ അതൊക്കെ പുറമത്തെ യൂണിറ്റ് കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പാകുമ്പോൾ ഒക്കെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഒത്തിരി 4 ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ ഈ കേരള ലോക്കൽ സാധനം ഇതാണ്. ശ്രീലങ്ക അല്ല ശ്രീലങ്ക. സ്പൈസസിൻ്റെ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് സെൻറ്ററിലാണുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല മനസ്സുള്ള ബാബുച്ചേട്ടൻ നമുക്ക് ഈ ചോക്ലേറ്റ് മേക്കിംഗ് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാൻ കൂടി നമുക്ക് പെർമിഷൻ തന്നു. അപ്പോൾ ഇവിടെ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവർ ഓൺ പ്രൊഡക്ഷനാണ്. റോ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് നമ്മുടെ സുഭാഷിണി ചേച്ചിയാണ് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ വന്നപ്പോഴേക്ക് ഏകദേശം ഫൈനലായിരുന്നു, തീരാറായിരുന്നു. നമുക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മേക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഈ ചോക്ലേറ്റ് മേക്കിംഗ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിലേക്ക് നമ്മുടെ സുഭാഷിണി ചേച്ചി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്ന ബോട്ടിൽസ് എല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ ഫ്രീസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രീസറിലാണ്. അപ്പോൾ ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ് മോൾഡിങ്സ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രീസ് ചെയ്ത് വരുന്ന സമയം ഇനി വേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ യാത്രാവിശേഷം ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.